ഹലോ. അപ്പം ഈ അമ്പലത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ പലർക്കും മനസ്സിലാവും, അതെ, വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. ഇപ്പം വൈക്കത്തഷ്ടമി ആയതുകൊണ്ട് അതിൻ്റെ തിരക്കും ഉത്സവവും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, ഞാനും പാട്ടുകളിലൊക്കെ ഇത് കേട്ടിട്ടുള്ളൂ. അപ്പം ഒന്ന് പോയേക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വ്യാഴാഴ്ച വൈകിട്ടാണ് പോയത്. ഇനി അങ്ങോട്ടേക്ക് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ സേരേനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് ഡയറക്റ്റ് പോവുക ചെയ്തു. വലിയ തിരക്കില്ലാത്തപ്പോൾ പോയി വരാം, ചെറിയ സേവിനെ കൊണ്ട് പോകുമ്പോൾ ഒത്തിരി തിരക്കുള്ളപ്പോൾ പറ്റില്ല. സേരയ്ക്കപ്പോൾ അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് അവൾക്ക് അതിൻ്റെ സന്തോഷമായി. സേരൻ്റെ സ്കൂളിൻ്റെ അടുത്താണ് ഈ തവണക്കടവ് ബോട്ട് സർവീസ്. അപ്പോൾ ഇവിടുന്ന് വണ്ടി ഇവിടെ വെച്ച് ബോട്ടിലാണ് ഞങ്ങൾ വൈക്കത്തോട്ട് പോകുന്നത്. ഇങ്ങനെ ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ ഇവർക്ക് ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല. അവിടെ പാർക്കുണ്ട്. അപ്പോൾ ഈവനിങ്സ് ചേട്ടായി ചിലപ്പോൾ ഞങ്ങളിങ്ങനെ കൊണ്ടുപോകും. ബോട്ടിങ്ങുമായി പാർക്കിലും പോവാം. അപ്പോൾ ഇതാണ് ഇന്ന് വൈക്കത്തഷ്ടമി ആയതുകൊണ്ട് തന്നെ സർവീസ് കൂടുതലാണ്. ഒരു ബോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു സർവീസ് ഇങ്ങോട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഏതൊക്കെയോ ടൈം വെച്ചിട്ടേ ഉള്ളൂ. ഇത് ഭയങ്കര അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടുത്തത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. ജങ്കാറുണ്ട് കേട്ടോ ഇവിടെ. ബോട്ട് സർവീസ് മാത്രമല്ല, ജങ്കാറും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സേവിയും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇതൊക്കെ കണ്ടു. പക്ഷെ അവന് കാറിൽ യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അവൻ എപ്പോഴും വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഈ വെള്ളവും അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ ഇവരുടെ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. ഇവർക്ക് ഭയങ്കര സന്തോഷം. സേവി ഇരിക്കുന്നില്ല, അപ്പോൾ ബോട്ട് ഓടിക്കുന്നതൊക്കെ അവന് കാണിച്ചു കൊടുക്കുമായിരുന്നു മാസ്റ്റർ ചേട്ടൻ. അങ്ങനെ ഞങ്ങൾ ബോട്ട് ഇറങ്ങി. ഫുള്ള് ഷോപ്പാണ്. അമ്പലം വരെ ഒത്തിരി ഇങ്ങനെ കടകളാണ്. പിന്നെ ഒത്തിരി പലഹാരങ്ങളും പിന്നെ കുറേ കളിക്കുന്നതും അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ മക്കളെ കൊണ്ടൊരിതുണ്ട്. സേവിക്ക് ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കൈ കിട്ടി മതി എന്നാണ്. കുഞ്ചുവിനാണെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം വേണം. ഏതാണെന്നൊന്നുമില്ല, ഒരു കുഞ്ഞു സാധനം അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതായിരുന്നു അമ്പലത്തിൻ്റെ മുമ്പ്. ഇങ്ങനെ കയറി ഉള്ളിൽ കയറുമ്പോൾ തന്നെ ആനത്തൊട്ടിലാണ്. അപ്പോൾ സേവി കാർട്ടൂണിൽ മാത്രം കണ്ടിട്ടുള്ള അവൻ്റെ കൊമ്പനാന കുട്ടപ്പനെ കാര്യമായിട്ട് വീക്ഷിക്കുകയാണ്. നിറയെ ആനപ്പിണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ചു അങ്ങോട്ട് പോകാണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പോയി. അപ്പോൾ ആനേനെ ഇങ്ങനെ ശ്രീബലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുളിപ്പിച്ചൊക്കെ റെഡിയായിട്ട് വെക്കുകയാണ്. ഇത് നാലമ്പലമാണ്. നാലമ്പലം ഇത് എന്താണ്, ഫുള്ളിങ്ങനെ ഇത് വിളക്കുകളാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ രാത്രിയാകുമ്പോൾ നല്ലൊരു വ്യൂ ആയിരിക്കും. മൊത്തം കത്തിച്ചിട്ട് ഞാൻ ഫോട്ടോസിൽ കണ്ടിട്ടുണ്ട്. ചെമ്പ് മേഞ്ഞതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഇത് ചുമര്. ഇത് ശ്രീബലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതും കാണാൻ പറ്റി. ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ നെറ്റിപ്പൊട്ടമൊക്കെ ഇട്ടിട്ട് ആനകളൊക്കെ കാണുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസാണ്. ഞാൻ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അമ്പലവും ആചാരങ്ങളും ഒന്നും ഒത്തിരി നന്നായിട്ട് അറിയില്ല. ഈ വേർഡ്സൊക്കെ തന്നെ ഞാൻ ഗൂഗിൾ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ശ്രീബലി കഴിഞ്ഞ് ചെണ്ടമേള ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. വെച്ചാൽ എനിക്ക് തോന്നുന്നു മക്കളെക്കാളും കൂടുതൽ ഞാനും മാസ്റ്ററിൻ്റെ സന്തോഷം. ഞങ്ങൾക്ക് ഭയങ്കര ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇത്രയും അടുത്തുനിന്നൊക്കെ ആനേനെ കാണുകയെന്ന് പറയുമ്പോൾ അയ്യോ, അത് എന്തോരം ആനകളാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ചുറ്റും ഇങ്ങനെ വലം വയ്ക്കുമല്ലോ. അപ്പോൾ ഞങ്ങളും അതിൻ്റെ പുറകെയൊക്കെ പോയി. വലിയ തിരക്കുണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ഞങ്ങൾ വന്ന സമയത്തിൻ്റെ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇന്ന് പിന്നെ വ്യാഴാഴ്ചയാണ് പോയത്. അപ്പോൾ ഞങ്ങളും പുറകെ ഇങ്ങനെ പോയി. സത്യം പറഞ്ഞാൽ തൊട്ടിലൊക്കെ പോലെയാണ് മാസ്റ്ററിനും കുഞ്ചുമൊക്കെ അടുത്തൂടെ നടന്നത്. എനിക്ക് പിന്നെ എന്തൊക്കെ നമുക്ക് സ്നേഹമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡിസ്റ്റൻസ് വയ്ക്കും. എനിക്ക് ഇച്ചിരി പേടിയാണ്. നമ്മൾ ഈ അരിക്കൊമ്പനും ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ആനകൾ ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ഒരു പേടിയാണ്. നമ്മൾ കുറച്ച് ദൂരെയാണ്, ഇവർ ഒത്തിരി അടുത്തൂടെ പോയി. അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇങ്ങനെ ആന വരുമ്പോൾ ഇവർ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വന്നു. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തപ്പോൾ കുഞ്ചുവിന് പേടിയുണ്ട്. അമ്മ അടുത്തെത്താനാകുമ്പോൾ പറയണേ. പിന്നെ അവൾ ഓടി. പക്ഷെ അതൊക്കെ ഞങ്ങൾക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഇതിങ്ങനെ നെറ്റിപ്പൊട്ടൊക്കെ ഇട്ടിട്ട് കാണുന്നതിന് ഞാൻ ടി വിയിലല്ലാണ്ട് കണ്ടിട്ടേ ഇല്ല. മാസ്റ്ററിന് ഇത്ര അടുത്തൊക്കെ ആയിരുന്നെങ്കിലും മാസ്റ്ററിനും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ശ്രീബലി കഴിഞ്ഞിട്ട് ഇതൊക്കെ നെറ്റിപ്പട്ടവും മണിയൊക്കെ ഊരാണ് തന്ന് കഴിഞ്ഞിട്ട് ഓരോ ആനകളെയായിട്ട് ആനത്തൊട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഇങ്ങനെ കാലൊക്കെ വെച്ചെടുത്ത് കയറുന്നതൊക്കെ കാണാൻ എന്ത് രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ഞങ്ങളതൊക്കെ ഇരുന്ന് കുറേ നേരം കണ്ടു. കുഞ്ചുവിന് അടുത്തോട്ട് പോയി കാണാം. ഞാൻ പിന്നെ പിടിച്ചു വെച്ചേക്കായിരുന്നു. അതിൻ്റെ ഒരു പരിഭവമൊക്കെ ഉണ്ടായിരുന്നു. എന്ത് കൂളായിട്ടല്ലേ ആ ചെറുക്കനൊക്കെ കയറുന്നത്. സമ്മതിക്കണം, എൻ്റെ ദൈവമേ, എങ്ങനെയാണെന്ന് ഞാനും വിചാരിച്ചു. പിന്നെ ഇങ്ങനെ അവരതിൻ്റെ പുറകെയൊക്കെ ഇങ്ങനെ നടന്ന് അവിടുത്തെ പൂമരാണെന്ന് തോന്നുന്നു, അത് മരമൊക്കെ കണ്ട് ഞങ്ങൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് പിന്നെ സേവി അപ്പോഴത്തേക്കും കുറച്ച് റെസ്റ്റ്ലെസ്സായി. അവൻ ഈ എടുത്തുകൊണ്ട് ഒത്തിരി നേരം ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഇരുത്തി. ഞാൻ വെച്ചാൽ ആ മണ്ണിൽ കളിക്കട്ടെ, ഇനി തിരിച്ചു പോയി വീട്ടിൽ പോയി കുളിപ്പിക്കാം. പക്ഷെ ഇവനെന്താ അറിയോ, ഈ
കളിച്ച് പിന്നെ എടുത്ത് തലയിലോട്ടിടും. തലയിലോട്ട് ഇട്ടപ്പോഴത്തേക്ക് മാസ്റ്ററിൻ്റെ എന്നെ ഒന്ന് കണ്ണുരുട്ടി. പിന്നെ വേഗം എടുത്തു. അത് ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത്. പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരു പേടിയില്ലാത്ത പ്രാവുകൾ. എനിക്ക് തോന്നുന്നു ഇവിടെ സ്ഥിരമുള്ള ആൾക്കാരായിരിക്കും. അവർ നമ്മളെ അടുത്തൂടെ എന്നെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. കുഞ്ചു സ്കൂൾ വിട്ട് വന്നതല്ലേ, അപ്പോൾ അവൾക്ക് വിശക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. അവൾ നെയ് റോസ്റ്റ് കഴിച്ചു, ഞാനൊരു കട്ടൻ ചായ. മാസ്റ്റേട്ടൻ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് മാസ്റ്റേട്ടൻ തന്നെ അറിയുമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തൊക്കെയോ കഴിക്കണ്ടേ, നെയ്യപ്പം, ലഡു, വട. പുള്ളിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. എന്നിട്ട് ഒരു അയ്യോ കുറേ കഴിച്ചു, ഇനി രാത്രി ഫുഡ് കണ്ടിട്ട് അമ്മയ്ക്ക് മെലിയണം. അങ്ങനെ ഞങ്ങൾ രണ്ടും കുറച്ച് ഓവർ ആൾക്കാരാണ്. ഡയറ്റ് പ്ലാൻ മാത്രമേ ഞങ്ങൾക്കുള്ളൂ, വേറെ ഒന്നും നടക്കുന്നില്ലെങ്കിൽ. അയ്യോ പക്ഷേ ഇതിനകത്ത് ചില്ലുകൂട്ടിനകത്ത് ഇതൊക്കെ ഇരിക്കുന്നതാണെന്ന് തന്നെ എന്ത് രസം അറിയോ. പിന്നെ തിരിച്ച് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഒത്തിരി തിരക്കാവുന്നതിന് മുമ്പ് ചേട്ടായിക്ക് വൈകുന്നേരം കടയിലും കയറണം. അത് കുഞ്ചു ടാറ്റോ അടിച്ചതാണ്, അതൊന്നും നല്ലതല്ല. പക്ഷെ ചില പിള്ളേർക്ക് ഇതൊക്കെ ഇഷ്ടമല്ല. അവളതൊക്കെ ചെയ്തു. ഐ ലവ് മോം എന്നടിച്ച്, എനിക്കും സന്തോഷമായി. പിന്നെ ഞങ്ങൾ ഈ സ്ട്രീറ്റിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് സേവി എൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങി. ഇവർ രണ്ടുപേരും കൂടി ഐസ്ക്രീമൊക്കെ കഴിക്കുക. എനിക്ക് കോൾഡ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വൈക്കത്തുനിന്ന് ബോട്ട് കയറി. ഇതാണ് കേട്ടോ, ഇതാണ് ഇന്ത്യയിലെ ഫസ്റ്റ് സോളാർ ഫെറി ആണ് ഇത് കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വരുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത്. അപ്പം നമുക്ക് എന്തൊക്കെ കൊണ്ട് അഭിമാനിക്കാം. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ബോട്ടിൽ കയറി. സത്യം പറഞ്ഞാൽ ചേർത്തലയിലായതുകൊണ്ട് എല്ലാം നമുക്ക് അടുത്താണ്. കുറേ ഇതൊക്കെ കാണാം, അതൊരു അനുഗ്രഹം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.